ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ EVS ഇംഗ്ലീഷ് മീഡിയം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഹൈജീൻ അവർ സ്ട്രെങ്ത് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുന്നത്തെ 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 3ാം ക്ലാസ്സിലത്തെ പ്ലേ ലിസ്റ്റ് ഉണ്ടാവും എൻ്റെ ചാനലിൽ, അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സം ഓർഗാനിസംസ് വി ക്യാൻ സീ അല്ലേ, കുറച്ച് ഓർഗാനിസംസ് ഡിസീസൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഓർഗാനിസംസിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതൊക്കെയായിരുന്നു? റാറ്റ്, മൊസ്കിറ്റോ, പിന്നെന്താ, ഹൗസ് ഫ്ലൈ അല്ലേ. ഇവർ മൂന്ന് പേരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് ഏതൊക്കെ ഡിസീസസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത, അതായത് ദർ ആർ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ദോസ് ദാറ്റ് ആർ ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറച്ച് ഓർഗാനിസംസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് അത് അവർ പടർന്നു പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് അത് ആ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ വി മസ്റ്റ് എൻഷുർ ദാറ്റ് സിറ്റുവേഷൻസ് വെയർ സച്ച് ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ആർ അവോയ്ഡഡ്. ഇവ ഈ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ, അതായത് വീണ്ടും വീണ്ടും പെരുകാനുള്ള ആ ഒരു ചാൻസ് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഡു നോട്ട് അലോ വേസ്റ്റ് മെറ്റീരിയൽസ് ടു അക്യുമുലേറ്റ്. വേസ്റ്റ് മെറ്റീരിയൽസ് കുന്നുകൂടി കിടക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ. വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. ഒബ്സർവ് പേഴ്സണൽ ഹൈജീൻ, അതായത് നമ്മളെ വൃത്തി നന്നായിട്ട് വേണം. അതുപോലെ തന്നെ കീപ് ഹൗസസ്, സ്കൂൾസ്, പബ്ലിക് പ്ലേസസ് എക്സെട്ര ക്ലീൻ. എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ആയിട്ട് വെക്കണം. ദ ഫുഡ് ആൻഡ് വാട്ടർ വി ടേക്ക് മസ്റ്റ് ബി ക്ലീൻ. നമ്മൾ കഴിക്കുന്ന ഫുഡും വാട്ടറും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. പിന്നെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് 2 പോയിന്റും കൂടിയും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുന്നേ ഇതുപോലെ കുറച്ച് മെഷേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്ന് 2 എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഡ്രൈ ഡേനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു നോട്ട്, ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഡ്രൈ ഡേ എന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് ഡ്രൈ ഡേ? മൊസ്കിറ്റോസ് മൾട്ടിപ്ലൈ ബൈ ലേയിങ് എഗ്സ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. നമ്മൾ പറഞ്ഞു മൊസ്കിറ്റോസ് എങ്ങനെയാണ് പെരുകുന്നത്. അതേ മൾട്ടിപ്ലൈ ബൈ ലേയിങ് എഗ്സ് അല്ലേ. അവ മുട്ടയിട്ടിട്ടാണ്, അതായത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടാണ് അവ വളരുന്നത്, പെരുകുന്നത്. The mosquito hatch out and mature within 8 days. 8 ദിവസം കൊണ്ട്, അതായത് ഒരു കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് 8 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പെരുകുമെന്നാണ് പറയുന്നത്. മെച്വർ ആവും മൊസ്കിറ്റോസ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടും. There are several objects in our surroundings like coconut shell, discarded vessels, tires, bottles, toys, etc. in which water can stagnate. അതായത് നമ്മളുടെ ഇടയിൽ, നമ്മളുടെ ചുറ്റുപാടുകളിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഓരോന്ന് കോക്കനട്ട് ഷെൽസ് ഉണ്ടാവും, അതായത് ചിരട്ട, ഡിസ്കാർഡഡ് വെസൽസ്, ടയേഴ്സ്, ബോട്ടിൽസ്, ടോയ്സ്, ഇതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൊസ്കിറ്റോസ് മേ ലേ എഗ്സ് ഇൻ ദീസ്. അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മൊസ്കിറ്റോസ് എഗ്സ് ഇടുക എന്ന് പറഞ്ഞു, ലേ എഗ്സ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ ഡ്രെയിൻ ദ വാട്ടർ അക്യുമുലേറ്റിംഗ് ഇൻ ദം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കെട്ടിക്കിടക്കുന്ന വെള്ളം ഡ്രെയിൻ ചെയ്യുക, അതിൽ നിന്നും മാറ്റുക, ഒഴുക്കി കളയണം. ഓരോ 7 days, ഓരോ 7 ദിവസം കൂടുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം. അപ്പം എന്താണ് അതിൻ്റെ റിസൾട്ട് വരിക? ദാറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൊസ്കിറ്റോസ് ക്യാൻ ബി അവോയ്ഡഡ്. അപ്പം എന്താ സംഭവിക്കുക? ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ആ പെരുകുന്ന ആ ഒരു പോസിബിലിറ്റി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണല്ലോ ഈ ഒരു മൊസ്കിറ്റോസ് മുട്ടയിടുക. അപ്പോൾ ആ വെള്ളം ഒഴുക്കി കളഞ്ഞാൽ എന്താ സംഭവിക്കുക? മുട്ടയിടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവ പെരുകില്ല. അപ്പോൾ അതാണ് ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി, ദിസ് ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ഇൻ അവർ ഹോംസ് ആൻഡ് സ്കൂൾ.
ഈസ് നോൺ ആസ് ഡ്രൈ ഡേ. അപ്പോൾ ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ഡ്രൈ ഡേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രൈ ഡേ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇതേപോലെ ഒരു ഡ്രൈ ഡേ ആചരിക്കുക. ആഴ്ചയിലൊരിക്കൽ ഇതേപോലെ ഡ്രൈ ഡേ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളോ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിറക്കി ഒരു സ്ഥലത്ത് വെക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ഒരു ദിവസം ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു കുറിപ്പായിട്ട് ഒരു നോട്ട്, ഷോർട്ട് നോട്ടായിട്ട് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ഗോ ത്രൂ എ ഫ്യൂ സേയിങ്സ് ഓൺ മൊസ്കിറ്റോസ്. മൊസ്കിറ്റോസിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഫ്യൂ സേയിങ്സ് നമുക്ക് നോക്കാം, പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ ചൊല്ലുകൾ. ഓക്കെ, ഹാഫ് എ മൊസ്കിറ്റോ ഫോർ 1000 ഡിസീസസ്. അതായത് ഒരുപാട് 1000 രോഗങ്ങൾക്ക് ഒരു അര കൊതുക് മതി. ഹാഫ് എ മൊസ്കിറ്റോ, അര കൊതുക് മതി എന്ന് പറയുന്നത്. അതിപ്പോൾ പിന്നെന്താണ്, ഈവൻ എ ഡോക്ടർ വിൽ ഫാൾ ഇഫ് എ മൊസ്കിറ്റോ ബൈറ്റ്സ്. മൊസ്കിറ്റോ കൊതുക് കടിച്ചാൽ ആര് ചാവും? ആ ഡോക്ടറും കൂടി വീഴും എന്നാണ് പറയുന്നത്. മൊസ്കിറ്റോ കിങ് ഇൻ അൺക്ലീൻ ലാൻഡ്. മൊസ്കിറ്റോ കിങ് അതായത് അൺക്ലീൻ ലാൻഡിലാണ് മൊസ്കിറ്റോ ഉണ്ടാവുക, മൊസ്കിറ്റോ രാജാവ് അല്ലെ. അടുത്തത് ഡിസീസസ് ത്രൂ വാട്ടർ ടു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഡിസീസസ് ആണ് വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത് എന്ന്. ഏതൊക്കെയാണ്? ഡിസെൻട്രി, ഡയറിയ, ജോണ്ടസ്, കോളറ ആൻഡ് ടൈഫോയിഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് പഠിച്ചു വെക്കണേ. ഡിസെൻട്രി, ഡയറിയ, ജോണ്ടിസ്, കോളറ ആൻഡ് ടൈഫോയിഡ്. ഇനി അടുത്തത്, what are the things we must keep in mind to prevent diseases that may spread through water? അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വാട്ടറിലൂടെ, വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെ തടയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. യൂസ് പ്യുവർ വാട്ടർ ഓർ ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളം വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അല്ലേ. പ്യുവർ വാട്ടർ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, ബോയിൽഡ് വാട്ടർ വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, നെവർ എലോ ഡേർട്ടി വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. ഒരിക്കലും മലിനജലം അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഡു നോട്ട് ടേക്ക് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ ഓർ സ്റ്റെയിൽ. അതായത് നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, വെള്ളവും അതുപോലെ ജ്യൂസ്, അങ്ങനെ പാനീയങ്ങൾ, ചായ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഓപ്പൺ ചെയ്തിട്ട് വെക്കരുത്, തുറന്ന് വെക്കരുത്. ഓക്കെ, എന്തുകൊണ്ടാണ് തുറന്നു വെക്കരുതെന്ന് പറയുന്നത്? തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച, കൊതു, പ്രാണികളൊക്കെ വന്നിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താവും, അത് ഒരിക്കലും നമുക്കത് കുടിക്കാൻ പാടില്ല. അതിൽ രോഗാണുക്കൾ ഉണ്ടാവില്ലേ, നിങ്ങൾക്കറിയില്ലേ? ഈച്ചയുടെയൊക്കെ കാലിൻ്റെ അടിയിൽ, ഹൗസ് ഫ്ലൈയുടെ ഒക്കെ കാലിൻ്റെ അടിയിൽ ഒരുപാട് അണുക്കളുണ്ട്, നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം അതെല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് ഡിസീസസിന് കാരണമാവുകയും ചെയ്യും. അടുത്തത്, എൻഷുർ ദാറ്റ് സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആർ പ്യുവർ. നമ്മൾ എന്താണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സോഴ്സസ് ഒക്കെ നല്ല ശുദ്ധമാണ്, പ്യുവർ ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി 2 എണ്ണം കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിലത്തെ ഏതെങ്കിലും വാട്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് റീഹൈഡ്രേഷൻ തെറാപ്പി എന്താണെന്ന് നോക്കാം. എന്താണ് റീഹൈഡ്രേഷൻ തെറാപ്പി? വെൻ ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി ആർ കോസ്ഡ്. അതായത് നമുക്ക് ഡിസെൻട്രി പോലത്തെ ഡിസീസസ് ഉണ്ടാവുകയാണെങ്കിൽ, രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ വാട്ടർ കണ്ടന്റ് ഓഫ് ദി ബോഡി ഈസ് ലോസ്റ്റ് ടു എ ലാർജ് എക്സ്റ്റെൻഡ്. നമ്മുടെ ശരീരത്തിലത്തെ വെള്ളം എല്ലാം അങ്ങനെ പോവില്ലേ, നമ്മുടെ ശരീരത്തിൽ വെള്ളം നിൽക്കില്ല. ഇൻ ഓർഡർ ടു ബ്രിങ് ബാക്ക് ദ ലോസ്റ്റ് വാട്ടർ ടു ദ ബോഡി. അതായത് ആ ഒരു ലോസ്റ്റ് വാട്ടർ, ആ ഒരു
പോയ വെള്ളം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവണം അല്ലേ? ഒരിക്കലും അത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് റീഹൈഡ്രേഷൻ തെറാപ്പി ഉപയോഗിക്കണം. അപ്പോൾ എന്താണ് റീഹൈഡ്രേഷൻ തെറാപ്പി? സോൾട്ടഡ് റൈസ് വാട്ടർ, അതായത് ഉപ്പിട്ട കഞ്ഞിവെള്ളം. അടുത്തത് ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ. ലൈം ജ്യൂസ് കുടിക്കുക, സോൾട്ടോ ഷുഗറൊക്കെ ഇട്ടിട്ട് ലൈം ജ്യൂസ് കുടിക്കുക. സോൾട്ടഡ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ സംഭാരം. ടെൻഡർ കോക്കനട്ട് വാട്ടർ, അതായത് ഇളനീര്. ഇതൊക്കെ നമുക്ക് റീഹൈഡ്രേഷൻ തെറാപ്പിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എനി ഓഫ് ദീസ് ഷുഡ് ബി ഗിവൺ ടു ഡ്രിങ്ക്. The ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് മിക്സ്ചർ അവൈലബിൾ അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മേ ഓൾസോ ബി ഗിവൺ അറ്റ് ഇൻ്റർവെൽസ്. അപ്പോൾ നമുക്ക് ORS നമുക്ക് കുടിക്കാം കേട്ടോ. ORS എവിടെ നിന്നാണ് കിട്ടുക? ആ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ORS എന്ന് പറയുന്നത്. മിക്സിങ് ഇറ്റ് വിത്ത് 1 ലിറ്റർ ഓഫ് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ 1 ലിറ്റർ വെള്ളത്തിലാണ് ORS നമ്മൾ മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.